നമ്മൾക്കെങ്ങനെ കോപത്തിനെ നിയന്ത്രിക്കാം എന്ന വിഷയത്തെക്കുറിച്ച് ഇന്നൊന്ന് ചർച്ച ചെയ്യാം. പ്രധാനമായി 2 സന്ദർഭങ്ങളിലാണ് നമുക്ക് കോപമുണ്ടാകുന്നത്. ഒന്നാമത്, നമുക്കെന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടെങ്കിലോ ശാരീരിക പ്രശ്നമുണ്ടെങ്കിലോ പിന്നെ നമ്മൾ കാണുന്നവരോടെല്ലാം അതിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും. അവരോട് ദേഷിച്ചും കയർത്ത് സംസാരിച്ചും അപ്രിയമായി സംസാരിച്ചുമെല്ലാം, ഇല്ലേ? സഹപ്രവർത്തകരായാലും വീട്ടുകാരായാലും, എന്തിന് റോഡിലിറങ്ങിയാൽ ആരെങ്കിലും ഹോണടിച്ചാൽ പോലും, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായാലും എല്ലാം നമ്മൾ അവരെ ശപിച്ചും വഴക്കിട്ടും അങ്ങനെ ഒരവസ്ഥയിൽ കോപമുണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ എപ്പോഴും കോപമുണ്ടാകുന്ന പ്രകൃതമാണെങ്കിൽ നമ്മൾ ഇടിച്ചു താഴ്ത്തുന്നത് നമ്മളുടെ വ്യക്തിത്വത്തെ തന്നെയാണ്. അത് വേണോ എന്നൊന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മൾ ദിവസവും ആത്മപരിശോധന ചെയ്യുമ്പോൾ, യോഗം ചെയ്യുമ്പോൾ, അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ തന്നെ ഒന്ന് ആവർത്തിച്ച് ചിന്തിക്കണം. ആ സന്ദർഭത്തിൽ എനിക്ക് എങ്ങനെ കുറച്ചുകൂടി നല്ലതായി പെരുമാറാമായിരുന്നു? അങ്ങനെ സ്വയം പാഠം പഠിക്കണം. അടുത്ത പ്രാവശ്യം സമാനമായ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ പെരുമാറാൻ പറ്റും. ഇല്ലെങ്കിൽ ലോകരെല്ലാവരും നമ്മളെ വഴക്കാളിയെന്നോ അടുപ്പിക്കാൻ കൊള്ളാത്ത വ്യക്തിയെന്നോ അങ്ങനെ മുദ്ര കുത്തപ്പെടും. അങ്ങനെ എല്ലാവരും നമ്മളിൽ നിന്ന് അകലും. അത് വേണോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക.